ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മൾ അതിനുവേണ്ടി 2 മാങ്ങ നന്നായിട്ടും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നൊരു അരക്കപ്പ് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തൊന്ന് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം പഞ്ചസാരയും വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. ഒന്ന് പതിയെ കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചൊന്ന് ഇട്ട് കൊടുക്കണേ. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ മാങ്ങയും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സായി വരുന്നതാണ് വരെ ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മളിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണേ. ബാക്കി മാങ്ങയുടെ കഷ്ണങ്ങൾ നമ്മൾ ഒരു മിക്സഡ് ജാറിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് കഴിയുമ്പോൾ തീ കുറച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ മാംഗോയുടെ സിറപ്പ് നന്നായിട്ടൊന്ന് കുറുകി വരും. നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ സിറപ്പ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നമ്മളൊരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കേക്കിനുണ്ടാക്കുന്നവർ അത്ര കട്ടയായിട്ട് ബീറ്റ് ചെയ്യണ്ട. നമ്മുടെ ക്രീം അത്യാവശ്യം ഒന്ന് സ്റ്റിഫായി വരുമ്പോഴത്തേക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് നമ്മുടെ മാംഗോയുടെ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീമിലിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യുക. ശേഷം ഒരു അരക്കപ്പ് പാലും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ഇട്ട് വെച്ചിരുന്ന മാംഗോയുടെ പീസസും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ബൗളിലേക്ക് നമ്മുടെ ബാറ്റർ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടി വയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. ശേഷം നമ്മൾ ഇത് ഫ്രീസറിൽ വെച്ച് ഒരു 12-14 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് താഴെ ഫ്രിഡ്ജിലോട്ട് എടുത്താൽ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി എളുപ്പമുണ്ട്. നമ്മുടെ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.